Hi my dear viewers, welcome to my new video. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് ഫയർ ഫോഴ്സ് സീസൺ 3 എപ്പിസോഡ് 1. അപ്പോൾ ഇതൊരു പുതിയ ആനിമയാണ്. ഫയർ ഫോഴ്സിന് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടെന്ന് കേട്ടുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. പിന്നെ എനിക്കറിയത്തില്ല നിങ്ങളെന്താ കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു സപ്പോർട്ട് സെറ്റാക്കാത്തതെന്ന്. ശരി, ബ്ലാക്ക് കളർ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് കളറിന് വലിയ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് തികച്ചു കിട്ടുന്ന 2000 വ്യൂസാണ്. അതിൽ കൂടുതലൊന്നും വരാറില്ല. വേറെ പുതിയ ആനിമ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡ് ബ്രേക്കറിന് സപ്പോർട്ടുണ്ട്, വേറെ ഒരു ആനിമയ്ക്ക് സപ്പോർട്ടില്ല. വൺ പീസ് നോക്കി വൺ പീസിനൊരു ഗുണമില്ല. ഇനി ഏത് ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. ബ്ലാക്ക് കളർ ഈ പറയുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് തരുന്നില്ല. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ തന്നെ എല്ലാ ആനിമയും ഞാൻ ചെയ്യാൻ നോക്കാം. എന്തായാലും പരമാവധി സപ്പോർട്ട് നിങ്ങളെന്താ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഫയർ ഫോഴ്സിലേക്ക് കയറുന്നു. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ തീയെ നിൽക്കുന്നതായിരിക്കും. ഈ വെള്ളനെ തീയെ ബേസ്ഡ് ആയതുകൊണ്ട് ഇത് അത്ര വലിയ കാര്യമല്ലല്ലോ. അതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് ഒരു പെൺകൊച്ചങ്ങോട്ട് വന്ന് അവൾ ദൈവത്തിന് ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും നിൽക്കുന്നത്. അതിനൊരു ഡബിളിൻ്റെ ചിരിയിരിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ഒരു കത്തീഡ്രലായിരിക്കും. അവിടെ ഷെറോൺ എന്ന് പറഞ്ഞ ഒരുത്തും വീട്ടിൽ നിൽപ്പുണ്ടാവും. അതിൻ്റെ അകത്തുനിന്നാണ് ഇവർ അലർന്നു ഒക്കെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം അവിടെ നിന്ന് ഹമ്മു എന്ന് പറഞ്ഞ ഒരു പെൺകൊച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയും, ഇനിയും പോവാം. അങ്ങനെ ഷിറോൻ്റെ ഹൗസും കഴിഞ്ഞതിന് ശേഷം ഷിറോനോട് പറയും മിണ്ടായിരിക്കുക, കാരണം അവൾക്ക് ശിവറിയിടാവും. അങ്ങനെ അതിന് ശേഷം അവർ ആരോ കാണാൻ വേണ്ടി പോവും. അങ്ങനെ അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് ടോക്കിയോ ഫയർ അല്ലെങ്കിൽ മദ്രാസു അവിടെ ആണെങ്കിൽ ഇങ്ങനെ റെയ്ഡൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതിന് ശേഷം അവിടെ ഒരു ടൗൺ കാണിക്കും. ആ ടൗണിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ ഒരു കത്തീഡ്രൽ കാണിക്കും. അവിടെയാണെങ്കിൽ കുറേ ഞണ്ണുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്ന ഫയർ സ്റ്റേഷനായിരുന്നു. അത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഫയർ സ്റ്റേഷൻ 8 ആയിരുന്നു. ഫയർ സ്റ്റേഷൻ 8 സംസാരമാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഷെൻഡ്രയെയും ആദറിനെയും കുറിച്ച് പറഞ്ഞേ പറ്റൂ. അവരാണെങ്കിൽ റൂഫ് ടോപ്പിൽ നല്ല അടിപൊളിയായിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മളെ കാണിക്കുന്ന വാൾക്കോനെ ആയിരിക്കും. പുള്ളിക്കാരൻ അവിടെ നിന്ന് പുതിയ ഡിവൈസ് എന്തോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിന് ശേഷമുള്ള തൊട്ട് പുറയിൽ നിസയെ കാണിക്കും. നിസ ആണെങ്കിൽ അവിടെ എന്തോ സാധനങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നോവ സാറിനെ കാണിക്കും. അത് ഞാൻ ഫയർ ഫോഴ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചായിരുന്നല്ലോ. അങ്ങനെ ഇന്നോവ സാറാണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു ഉടമസ്ഥൻ എന്നൊക്കെ പറയാം, ഈ ഒരു കമ്പനിയുടെ നോക്കി നടത്തുന്ന ആൾ. അപ്പോൾ കുറച്ച് വർക്ക്സുകൾ പുള്ളിക്കാരൻ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ ഫൈറ്റ് കാണിച്ചിട്ട് പറയും ഈ കമ്പനി എന്തിനു വേണ്ടിയാണ് ഫോമായെന്നും അവർ ശ്രദ്ധിക്കേണ്ട ചില സ്പെഷ്യൽ കാര്യത്തെക്കുറിച്ചും. അവരുടെ ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത് അവരുടെ കോണ്ടിനെൻ്റ് പുറത്ത് പോയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ പോയി ആ സ്ഥലമെല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ അവിടെയുള്ള ഡീമൺസിനെല്ലാം അടിച്ച് തീർക്കുക എന്നുള്ളതും. അങ്ങനെ അതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് തമാക്കിയും മാക്കിയായിരിക്കും. അവരും അവിടെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്ന് ഫയറിൻ്റെ പവറാണെങ്കിൽ മറ്റൊരാൾക്ക് ഫയർ കൺട്രോൾ ചെയ്യാനുള്ള പവറാണ്. അതുകൊണ്ട് അതൊരു അടിപൊളി ഫൈറ്റ് തന്നെയായിരുന്നു. അങ്ങനെ അവിടെ അവരുടെ സെക്കൻഡ് മിഷനെ കുറിച്ച് പറയും. അങ്ങനെ അവരുടെ സെക്കൻഡ് മിഷൻ എന്ന് പറയുന്നത് ഹാജിമ ഇൻഡസ്ട്രീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ വൈറ്റ് ക്ലാൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് അവരുടെ വർക്ക്സ് എല്ലാം ചെയ്യുന്നതെന്ന്. അതുകൂടാതെ നദത്തോക്കെ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുണ്ട്, അവൻ്റെ മോനും ഈ ഒരു ഇതിനകത്തുള്ള കേസിനകത്ത് പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടും. അതുകൂടാതെ നമ്മുടെ കിക്കി ക്രോഷിക്ക് മിയ എന്തോ പേരെന്ന ആർട്ടിഫിഷ്യൽ ഇൻഫ്രോമൻ്റെ ആ ഒരു സംഭവം എങ്ങനെ ഇവന് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇതിനെല്ലാം ശേഷം ഹാജിമ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും, ഇവർക്കൊരു വാക്ക് തരും, ഇവർ ഈ സാധനങ്ങളെല്ലാം ഇനി ശ്രദ്ധിച്ച് അന്നോട്ട് ഇനിയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ നിന്നോളാമെന്ന്. അങ്ങനെ ഇപ്പം നമ്മുടെ കമ്പനി 1800 അവരുടെ ശ്രദ്ധയുടെ കീഴിലാണ് ഈ ഹാജിമ ഇൻഡസ്ട്രീസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മളെ കാണിക്കുന്ന നമ്മുടെ സയൻറ്റിസ്റ്റ് വിക്ടറും പിന്നെ നമ്മുടെ ഞാൻ ഇല്ലെങ്കിൽ സിസ്റ്റർ ഐറിസിനെ ആയിരിക്കും. അപ്പം ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ ഫൈറ്റ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇവരുടെ പവർ ലെവലും ഫൈറ്റ്സും ഒരു അറ്റാക്കും എല്ലാം. അപ്പോഴാണ് നമ്മളെ മൂന്നാമത്തെ മിഷൻ ഇവരെ കാണിക്കുന്നത്. മൂന്നാം മിഷൻ ഇവർ ചെയ്തത് കമ്പനി 8 പിന്നെ കമ്പനി 2 കൂടെ ചേർന്നായിരിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ കമ്പനി 2 8 കൂടെ നമ്മുടെ ടോക്കിയോ ഫയറിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് നെതറി വെച്ച് ഈ വൈറ്റ് ക്ലാൻ്റെ ആൾക്കാരെ എല്ലാവരെയും അവിടെ വെച്ച് തടുക്കും. അവിടെ ഒരു വലിയ എമൗണ്ട് ഓഫ് ആൾക്കാർ തന്നെ ഉണ്ടാകും, അവരെല്ലാവരും തടുക്കും. അങ്ങനെ അതിന് ശേഷം സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മളെ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ മാക്കിയുടെ ഫൈറ്റ് ആയിരിക്കും. അങ്ങനെ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ആനിമയുടെ സ്ഥിരം ഫസ്റ്റ് ഫാൻ സർവീസ് കാണിക്കും. സീസൺ 3 ഫസ്റ്റ് ഫാൻ സർവീസ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ഈ ആനിമ വിളിച്ച് കാണിച്ചിട്ട് മച്ചാത് നോക്കിക്കെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ ഈ സമയം ഒന്ന് ഓർക്കുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് ഷിൻഹായുടെ ആദറിൻ്റെയും ഒരു ചെറിയൊരു ഫൈറ്റ് സീനായിരിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മളെ കാണിക്കുന്ന ഈ ഒരു സ്ക്വാഡ് 8 ഉള്ളൂ അല്ലെങ്കിൽ കമ്പനി 8ൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഒബായി ആയിരിക്കും. അതിന് ശേഷം നമ്മുടെ ലീഡർ
നമ്മുടെ ചീഫിന് റിപ്പോർട്ട് കൊടുക്കുമായിരിക്കും. ചീഫായിട്ട് പറയും, നിങ്ങൾ നല്ലോണം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അസോസ് ടൗണും പിന്നെ ഫജുവ ഇൻഡസ്ട്രീസും നമ്മുടെ കീഴിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ടോക്കിയോ ഇമ്പീരിയർ ആർമി വന്നിട്ട് നമ്മുടെ ഒബേയെ പിടിച്ചുകൊണ്ട് പോകും. ആ ടൊബേയ്ക്കും എന്തൊക്കെയെന്ന് പറയുമ്പോൾ ആ ടൊബേയോടൊന്നും പറയാതെ ഞങ്ങളുടെ മര്യാദയ്ക്ക് വരാൻ പറയും. അത് കേട്ട് നമ്മുടെ ഫയർ ചീഫ് ഇവരോട് ദേഷ്യപ്പെടും. പക്ഷെ അതൊന്നും കേട്ട് ഒരു റിയാക്ഷനും ഇല്ല, നമ്മൾ ഒബേയെ പിടിച്ചുകൊണ്ട് പോകും. അതിനുശേഷം പുറത്ത് നമ്മുടെ വൈറ്റ് ക്ലാനിലെ ആൾക്കാരെ കാണും. ഇത് കണ്ട് ഒബേയ നല്ല മണം ഞെട്ടിപ്പോവും. ഇതിനകത്ത് ഇവരുടെ കളി എന്താണെന്നറിഞ്ഞ് അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഒന്നുകൂടെ മിസ്റ്ററി ആവും. അങ്ങനെ അതിനുശേഷം നമ്മളെ വീണ്ടും ആദറിൻ്റെ ഫൈറ്റിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അതിനുശേഷം ഒരു കമൻറ്റ് അടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷീൻ്റെ ഒരു ഡബിളും അതൊരു പൊട്ടനാണെന്നുള്ള കാര്യം. പിന്നെ അതിൽ നമ്മളെന്ത് ചെയ്യാനാ, അവരങ്ങനെ പോയി പറഞ്ഞത്. അതിനുശേഷം ഐറിസ് എന്ത് ചെയ്യും, ഇവരുടെ ഫൈറ്റ് ഇങ്ങനെ മൂത്ത് വന്ന് കണ്ടിട്ട് ഈ ഫൈറ്റ് നിർത്താൻ വേണ്ടി ഒരു ബട്ടനുണ്ട്, ആ ബട്ടൺ അങ്ങ് നിൽക്കും. അങ്ങനെ അതിനുശേഷം രണ്ടുപേരുടെയും പണി കഴിഞ്ഞ് അവിടെ കിടക്കും. അങ്ങനെ അതിനുശേഷം അവിടെ മാക്കി പറയും, ശരിക്കും പറഞ്ഞാൽ അതൊരു പൊട്ടനാണെങ്കിലും അവനൊരു ബുദ്ധിശാലിയും കൂടെയാണ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം കളിയാക്കിയവരെ പൊട്ടനെന്ന് വിളിക്കുമെങ്കിലും അവൻ അത്യാവശ്യം ബുദ്ധിശാലി തന്നെയാണ്. അങ്ങനെ അതിനുശേഷം നമ്മളെ കത്തീഡ്രൽ കാണിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പോപ്സ് ഇരുന്നിട്ട് പറയുമായിരിക്കും ഇനി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സമയമായിരിക്കുന്നു. അങ്ങനെ അതിനുശേഷം നമ്മളെ ക്യാപ്റ്റൻ ബോസിനെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ ബോസ് അടുത്തിട്ട് അവിടെ പോപ്സ് പറയും ഇനി നമുക്ക് എല്ലാവരെയും ഒരു എംബാറിലേക്ക് കൊണ്ടുവരാൻ സമയമായിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ വൈറ്റ് ക്ലാൻ്റെ ആൾക്കാരെ കാണാൻ വയ്ക്കും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ബോസും അവൻ്റെ ആൾക്കാരും എല്ലാം ഞെട്ടിപ്പോവും. അതിനുശേഷം പറയും ഇതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. പിന്നെ ഇവരാണെന്ന് തോന്നുന്നു നമ്മുടെ ദൈവത്തോട് ഏറ്റവും അടുത്തായിട്ടിരിക്കുന്നത് കാണാൻ ഇവരെ അഡോള ബ്രാസ് എന്ന് പറയുന്ന സംഭവമുണ്ട് എന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ബോസും ദേഷ്യമായിട്ട് അവൻ്റെ ഫുൾ പവറിലേക്ക് ഇറങ്ങും. ആയിട്ട് പറയും ഇനി ഇവരെ ഇവിടെ വെച്ച് ഞാൻ നശിപ്പിക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അവനവിടെ ഒരു ഫൈറ്റിന് ഇറങ്ങും. പക്ഷേ അപ്പം ഇവിടെ പെങ്കൊച്ചുണ്ട്, അവളുടെ പേര് വായിക്കൊള്ളാത്തൊരു പേരാണ്, അതുകൊണ്ട് ഞാൻ അവളെ ഗോജോയുടെ ഫീമെയിൽ വെർഷൻ ഞാൻ വിളിക്കുക. നമ്മുടെ ഗോജോയുടെ ഫീമെയിൽ വെർഷൻ പറയും ഞങ്ങളവിടെ ഫൈറ്റിന് വേണ്ടി വന്നതല്ല, ഞങ്ങളോട് സംസാരിക്കാനാണ് വന്നതെന്ന് പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ ബോസ് ചെറുതായിട്ട് ഡൗണാവും. എന്നിട്ട് അവൾക്ക് എന്താ പറയണ്ടേ കേൾക്കാന്നുള്ളതും. നമ്മുടെ ഈ ഗോജോയുടെ ഫീമെയിൽ വേർഷന് ഒരു പവറുണ്ട്, അവൾക്കാണെങ്കിൽ ആൾക്കാരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ പറയുന്നത് ടോക്കിംഗ് ഹെഡ് എന്നാണ് ഈ അറ്റാക്കിനെ പറയുന്നത്. അപ്പോൾ അവളുടെ ഒരു ഇത് വെച്ച് എന്താ അവൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ബോസിൻ്റെ മൈൻഡ് വായിച്ചിട്ട് അതനുസരിച്ച് അവനോട് സംസാരിക്കാനാണ് നമ്മുടെ ഗോജോയുടെ ഫീമെയിൽ വെർഷൻ്റെ പ്ലാൻ. അതിനുശേഷം നമ്മുടെ ബോസ് പറയും നീ എന്നാൽ ദൈവത്തെ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ നിൻ്റെ 2 കണ്ണ് പോയി, അത് തന്നെ ഏറ്റവും വലിയ തെളിവ്. അതിനുശേഷം അവൾ പറയും നീ കൈഘോഷിമയ്ക്ക് എന്ത് പറ്റിയെന്നല്ലേ നിനക്കറിയണ്ടേ. അത് ഞാൻ പറയാം, ഞാൻ ചെറിയൊരു ഈവിൽ ചെയ്ത് വലിയൊരു സന്തോഷത്തിന് വേണ്ടിയില്ലേ, വലിയൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു. അതിനവളുടെ ബാക്കിയുള്ള ആൾക്കാർ പറയും നീയൊന്നും അങ്ങനെ നല്ലതിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, നിനക്കൊക്കെ എപ്പോഴും ആൾക്കാരെ കൊല്ലണമെന്ന് ഒറ്റൊരു ആഗ്രഹമല്ലേ ഉള്ളൂ, നിനക്കൊക്കെ വേണ്ട ഒറ്റ കാര്യമാണ് ഇൻഫേമേഴ്സ് തന്നെ ഇൻഫേമേഴ്സ് എല്ലായിടത്തും അവരെ തന്നെ വേണം, മനുഷ്യന്മാരെയാണ് നിനക്ക് കൊല്ലണം അല്ലേ. പക്ഷേ അതിന് പറയും നിങ്ങളെന്ത് ഈ പറയുന്നതൊന്നും എനിക്കറിയത്തില്ല, വെറുതെ ഞങ്ങളെക്കുറിച്ച് വേണ്ടാതീന്നൊന്നും പറഞ്ഞു വരത്തില്ല, ഞങ്ങൾക്ക് ഒറ്റൊരാഗ്രഹമേ ഉള്ളൂ, അത് ദൈവത്തോട് എടുക്കുക ഇല്ലെങ്കിൽ സോളിനോട് എടുക്കുക, ആ ഒറ്റൊരാഗ്രഹം. ചിലരൊക്കെ കേട്ട് അവിടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം പതി കൺഫ്യൂസ് ആകാൻ തുടങ്ങും. അങ്ങനെ അതിനുശേഷം ഇവളെന്ത് ചെയ്യും, അവരുടെ എല്ലാം മൈൻഡ് വായിക്കാൻ തുടങ്ങും. ആയിട്ട് മനസ്സിലാവും ഇവരെല്ലാം മൈൻഡിൻ്റെ ഉള്ളിൽ പതിയെ ഡിസയറും പിന്നെ ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയാൻ വഴിയെ ക്യൂരിയോസിറ്റി ആയി തുടങ്ങിയാണ്. അങ്ങനെ അതിനുശേഷം അവൾ പറയാൻ തുടങ്ങും എനിക്കിവിടെ ഒരു ഇൻഫേമേഴ്സിനെ ഒന്നും കൊണ്ടുവരണോ ആഗ്രഹമില്ല, എനിക്ക് ഒറ്റ ഒരാഗ്രഹമുള്ളൂ, ഈ ഭൂമിയെ സൂര്യൻ്റെ കൂട്ട് ഈ പ്രകാശമുള്ള ഒരു ഇതാക്കണം, എനിക്ക് ഷൈൻ ചെയ്ത് നിർത്തണം, അതിനുവേണ്ടി നിങ്ങളല്ല എൻ്റെ കൂടെ നിൽക്കുമോ, എനിക്കൊരു ഹ്യൂമാനിറ്റി അല്ല വേണ്ടേ, എനിക്ക് ഹോളി ഹ്യൂമാനിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന് നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് എൻകറേജും പിന്നെ ഭയങ്കര ദൈവഭക്തിയും അങ്ങനെ എല്ലാം കൂട്ടിക്കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ ബോസും എല്ലാവരും അവിടെ മുട്ടുകൊത്തി നിൽക്കും. എന്നിട്ട് ഇവരെല്ലാം ഓപ്പോസിറ്റ് ടീമിൻ്റെ കൂടെ ചേരും. അങ്ങനെ അതിനുശേഷം നമ്മളെ കാണിക്കുന്ന നമ്മുടെ കമ്പനി 8 ആയിരിക്കും. അങ്ങനെ ഇവരിപ്പോൾ കൂടി എന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റനെ പിടിച്ചുകൊണ്ട് പോയാൽ ഇവരെല്ലാം അറിഞ്ഞു. ഇനി ക്യാപ്റ്റനെ രക്ഷിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു ആർമിയുടെ ഫുൾ ഇവർ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇവർക്ക് വേണ്ട മെയിൻ സംഭവം എന്താ വെച്ചാൽ ഈ ആർമിക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മുടെ ഷിൻറയാണ്. ഷിൻറയ്ക്കാണെങ്കിൽ അവിടെയുള്ള ബ്രേസ്റ്റും അവിടെയുള്ള ലിങ്കും ഉണ്ട്. അതുകൊണ്ട് ഇവർ കുറച്ചുകൂടെ വൈറ്റ് ക്ലാങ്ങിൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ആളാണ് നമ്മൾ ഷിൻറ. അതുകൊണ്ട് നമ്മുടെ ആർമിക്ക് ഇവനെ വേണം. നമ്മുടെ അതിർ പറയുന്ന പിന്നെ ഷിൻറയും കൊടുത്തേക്ക് സംഭവം കഴിഞ്ഞില്ലേ. പക്ഷേ അതിനോ പറയും ഇല്ല, നമ്മുടെ ടീമിൽ ഒരാളെ അങ്ങനെ കൊടുക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉള്ളതല്ല, ഇത് തന്നെയായിരുന്നു നമ്മുടെ ക്യാപ്റ്റനോടായാലും ചെയ്യുക, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയും. പക്ഷേ അതിനാ ഫുൾ ടീം പറയും അങ്ങനെ നീ പറയുമ്പോൾ നിന്നെ ഇങ്ങ് ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ, നമ്മളൊരു ടീമാണ്, ഞാനും വരുന്നതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം റെഡിയാവും. അതിനുശേഷം മാക്കി പറയാം നീ എന്നെ ഒരു തവണ ഡൗട്ട് ചെയ്താൽ നീ ഇവിടെ തന്നെ വെട്ടിയാനിടും. അതിനുശേഷം ടമാക്കി പറയും എൻ്റെ എല്ലാ കൂട്ടരും വരുവാണെങ്കിൽ ഞാനും വരുന്നു. പിന്നെ ഞാനെന്താ പറയാനാ, ഇവിടെ ഈ ഒരു കാര്യത്തിലൊന്നും ഇവിടെ അത്ര നല്ലതല്ലെങ്കിലും
ഫാൻ സർവീസിൻ്റെ കാര്യം ഇവിടെ ടോപ്പിൽ തന്നെ. ആ അതിനുശേഷം നമ്മുടെ സയൻറ്റിസ്റ്റ് പറയും, എല്ലാവരും പോവുകയാണെങ്കിൽ എനിക്കും അങ്ങനെ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എല്ലാവരും ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫുൾ ടോക്കിയോ ഫയർ നമ്മൾ എഴുത്തിയായിരിക്കും. പിന്നെ അതൊന്നും എനിക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, ഇതൊക്കെ എന്നേ പണ്ടേ എറിഞ്ഞിട്ടിട്ട് വന്നതാണ് ഞാൻ. പിന്നെ ഫുൾ ടോക്കിയോ ഫയർ. അതിനുശേഷം എല്ലാവരും റെഡിയാവും അവരവിടെ ക്യാപ്റ്റനെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ അതിനുശേഷം നമ്മളൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ ഗോജോയുടെ ഫീമെയിൽ വേർഷനും പിന്നെ നമ്മുടെ ബോസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ രണ്ട് സംസാരിക്കും. നമ്മുടെ ഒബയെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഒബയെ രക്ഷിക്കാൻ വേണ്ടി എന്തായാലും അവൻ്റെ കമ്പനി ഏറ്റുവരും. അപ്പോൾ നമുക്ക് ഷിൻറായി കിട്ടും. ഷിൻറായി അവിടെയുള്ള ബ്ലാസ്റ്റോടുള്ള ലിങ്കും ഉണ്ടല്ലോ, അത് മതി. അത് നമ്മുടെ ദൈവത്തിനടുത്ത് കുറച്ചുകൂടെ അടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് എങ്ങനെ സ്വന്തമാക്കണം. പിന്നെ കൂടെ ഇവരാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റനെ കൊല്ലുന്ന കാര്യം കൂടെ സംസാരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ആനിമേ. അങ്ങനെ ഒരുവിധം ഈ ഒരു ആനിമേ ഏകദേശം ഞാൻ പറഞ്ഞ് തീർത്തു. എൻ്റെ പൊന്നോ എന്തോ കഷ്ടപ്പാടാ സത്യം പറയാമല്ലോ. സീസൺ 1 ഞാനൊന്ന് കണ്ടതേ ഉള്ളൂ, 2 ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് കുറേ നാൾ മുമ്പ് സീസൺ 1 കണ്ടുകൊണ്ട് ഇപ്പോൾ 3ലേക്ക് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നവർ ഭയങ്കരമായിട്ട് പോരായ്മകളുണ്ട്. കുഴപ്പമില്ല, ഇതെല്ലാം ഞാൻ ശരിയാക്കാം. ഒരു ടൈം തന്നാൽ മതി. പിന്നെ കമൻറ്റ് നിങ്ങൾക്ക് ഈ ആനിമയെക്കുറിച്ച് നല്ലോണം അറിയാവുന്നതാണെങ്കിൽ എനിക്ക് നല്ലോണം ഒന്ന് പറഞ്ഞു തരുന്നെങ്കിൽ നല്ല ഉപയോഗമായിരുന്നു. ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇവരെ വേണമെങ്കിൽ ഷൗട്ട് ഔട്ടും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാം കൂടെ മറക്കാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആയിടുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ ബ്ലാക്ക് കളർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാ വീഡിയോയും നിങ്ങൾ അതിലായിട്ടുള്ള എല്ലാ ആനിമയായിട്ടും റെസ്പെക്റ്റ് ചെയ്യും. എല്ലാ ആനിമയും മിക്ക മലയാളം യൂട്യൂബേഴ്സിനെ കണ്ടി ആദ്യം ഞാനിടും. എന്നിട്ടും എനിക്കൊരു വിലയില്ല. അപ്പോൾ ശരിയായി. സോ ഇറ്റ്സ് മീ യുവർ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്. ബൈ.